ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോ. ഞാനേ ജനലൊക്കെ അടച്ചിട്ട് AC ഇട്ട് തരാം. എങ്ങനെയുണ്ട് ദേവിക? സിദ്ധു ഫുഡും മരുന്നും ഒക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? ഉണ്ട്, എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ആ, സിദ്ധു ഇപ്പൊ എന്ത് തോന്നുന്നു? ഹാപ്പി അല്ലേ? എല്ലാം ബെറ്റർ ആയിട്ടുണ്ട്. മരുന്നിനേക്കാൾ പ്രധാനം മനസ്സിന്റെ ധൈര്യമാണ്. രോഗത്തിനോട് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന് തീരുമാനം. അത് വേണം. ഓക്കേ? ദേവിക എപ്പോഴും കൂടെ തന്നെ വേണം. മരുന്നുകളൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പോ ദേവികയോളം സിദ്ധുവിന്റെ മനസ്സറിയാവുന്ന വേറൊരാളും ഇപ്പൊ ഇവിടെ ഇല്ല. ആ ഓർമ്മ എപ്പോഴും വേണം. ഓക്കെ? എനിക്കറിയാം ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. ഇപ്പോ എനിക്കെന്റെ ജീവനേക്കാൾ പ്രധാനം സാറിന്റെ ആരോഗ്യം. ഡോക്ടർക്ക് എന്നെ വിശ്വസിക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെ വരാം. ശരി സിദ്ധു, ഗുഡ് നൈറ്റ്. എന്താ, വിശ്വാസായില്ലേ? ഞാൻ പറഞ്ഞത് സത്യ. അച്ഛനെ ഇങ്ങനെ അടുത്തു നിന്ന് പരിചരിക്കാൻ അവസരം കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നാ ഞാൻ കരുതുന്നേ. പഴയതുപോലെ എഴുന്നേറ്റ് ഓടി നടക്കും വരെ ഞാനുണ്ടാവും കൂടെ. ഉറക്കം വരുന്നുണ്ടല്ലേ? ഉറങ്ങിക്കോ. എന്താ ജാനകി, അവൾക്ക് സന്തോഷമായി അല്ലേ? അല്ല, സിദ്ധുവിന് സന്തോഷായി. അങ്ങനെ എന്നെ തോൽപ്പിച്ച് അവള് വിചാരിച്ചെടുത്ത് എന്നെ കാര്യങ്ങൾ എത്തിച്ചു. പ്രഭാവതി തോറ്റു. പ്രഭ, ഇനി എനിക്ക് ഈ വീട്ടിൽ പുല്ല് വിലയല്ലേ? അങ്ങനെ തോറ്റു നിൽക്കുന്നു എന്ന് പറയുന്ന പ്രഭ ഇവിടെയുണ്ട്. പക്ഷേ പ്രഭയെ തോൽപ്പിച്ച ആരെയും ഞാൻ ഇവിടെ കണ്ടില്ല. ജാനകി എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ? അല്ല, ദേവിക ഇങ്ങോട്ട് വന്ന അത് തന്റെ തോൽവിയാണെന്ന് തീരുമാനിച്ചത് താൻ തന്നെയാ. അവർക്കാർക്കും അതറിയില്ലല്ലോ. അപ്പൊ പിന്നെ ഈ നിരാശ അസ്ഥാനത്തല്ലേ? താൻ ഇന്നലെ വരെ ഇവിടെ എന്തായിരുന്നു അങ്ങനെ തന്നെ ഇനിയും നിൽക്കണം. അവളിവിടെ സിദ്ധുവിനെ നോക്കാൻ വന്നു കയറിയത് കൊണ്ട് ചന്ദ്രോത്തെ പ്രഭാവതിയുടെ വില എങ്ങനെ ഇടിഞ്ഞു പോകുന്നത്? അത് സ്വയം പ്രഖ്യാപിച്ചങ്ങ് ഒതുങ്ങിക്കൊടുത്താൽ വലിയ അപകടമാണ്. താൻ തളർന്നൂന്ന് അവർക്കൊരിക്കലും തോന്നാൻ പാടില്ല. അവളും ഞാനും കൂടി ഈ വീട്ടിൽ എങ്ങനെയാ? അവൾ ഈ വീട്ടിൽ ആരാ? അവൾ എന്റെ നന്ദന്റെ... ഇല്ല, അതവന് മാത്രമേ അറിയൂ. അവൾക്കും. തനിക്ക് പോലും അങ്ങനെ ഒരു ബന്ധം അറിയില്ല. മനസ്സിലായില്ലേ? അവൾ ഈ വീട്ടിലെ സെർവന്റാ,
അങ്ങനെ മാത്രം കാണുക. പറ്റാവുന്ന എല്ലാ ജോലികളും ചെയ്യിക്കുക. അങ്ങനെ അവളെ തളർത്തണം. വേറെ ഒരു ലെവലിലും താൻ അവളെ കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവൾ എനിക്കൊരു പ്രശ്നമല്ല ജാനകി. പക്ഷെ നന്ദൻ, അവൻ എന്നെ ധിക്കരിച്ച് അവളെ വിളിച്ചുകൊണ്ടുവന്നത്. അവന്റെ വാശി ജയിച്ചു. അത് ഈ കാര്യത്തിൽ അവൻ ആത്മവിശ്വാസം കൂട്ടും, ഇല്ലേ? അത് ശരിയായിരിക്കാം. ആയിരിക്കാമെന്നല്ല, അങ്ങനെ തന്നെയാ. ഇനി നാളെ അവൻ എന്റെ മുഖത്ത് നോക്കി ദേവിയെ എന്റെ ഭാര്യയാണെന്ന് പറയും. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായി കണ്ടത്. ഇനി ഏത് നിമിഷവും ഞാനത് പ്രതീക്ഷിക്കണം. അവൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി അത് പറയാൻ വേണ്ടി താൻ കാത്തു നിന്ന് പ്രഷർ കൂട്ടണ്ട. താൻ അവരോട് വലിയ എതിർപ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട. നന്ദനെ ഇവിടെ അധികം നിർത്താതെ നോക്കണം. അവര് തമ്മിൽ അധികം ഇടപഴകരുത്. അത് താൻ വിചാരിച്ചാ പറ്റും. സിദ്ധു ഈ കണ്ടീഷൻ ഒന്ന് ഓവർകം ചെയ്യട്ടെ, അപ്പൊ നമുക്ക് അവളെ ഒഴിവാക്കാം. ജാനകി എന്താ ഈ പറയുന്നേ? ഇനി ഒരിക്കലും അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. നാവനക്കിയാൽ സിദ്ധു ആദ്യം പറയാൻ പോകുന്നത് എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം. അവളെ ഇവിടുന്ന് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. എന്താ അത്? അതോടെ അവളുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചിരിക്കും. എന്താ? മതി, അത് ധാരാളം മതി. വരട്ടെ, സമയാകും വരെ ക്ഷമയോടെ കാത്തിരിക്കണം. ഒക്കെ ശരിയാവൂടോ. ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് ലേറ്റായി. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇപ്പോഴാ നിന്റെ ശരിയായ സ്വഭാവം പുറത്തു വന്നത്. ഇതിന്നൊരു ഇഞ്ച് നീ പുറകോട്ട് പോരുത്. ഏറിപ്പോയ ഒരു മാസം, അതിനുള്ളിൽ നന്ദന് ദേവികയുടെ കാര്യം അവതരിപ്പിക്കാൻ പറ്റും. ഇനി ദേവി ചന്ദ്രോ തന്നെ നിൽക്കും. അതിനി ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റും. പക്ഷേ അവിടെ അനുഭവിക്കാൻ പോകുന്ന ദേവി തന്നെയാ. എന്താ? നമ്മൾ ഇടിച്ചു കയറ്റിയതല്ലേ. അത് തടയാൻ പറ്റാതിരുന്നതിന്റെ ദേഷ്യം കുറച്ചൊന്നുമല്ല. അമ്മ ദേവി അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കും. അതിനെ ഏരിയേറ്റി കൊടുക്കാൻ ആന്റി മീനാക്ഷി ഉണ്ടല്ലോ. ഇനി അവിടെ എന്തൊക്കെ കാണേണ്ടി വരുമാവോ? അമ്മ ഇനി അത്രയ്ക്കൊന്നും കയറി കളിക്കില്ല. അതിനൊരു മരുന്ന് ഇവിടെ തനിയെ ഉണ്ടായി വന്നിട്ടുണ്ട്. മരുന്നോ? ഇവിടെ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. നീ അറിഞ്ഞില്ലേ? എന്താ? കേൾക്കുമ്പോ നീ ഞെട്ടിത്തിരിച്ച് ബോധം കെട്ടൊന്നും വീഴരുത്. പറയട്ടെ. എന്താന്ന് വെച്ചാ ഒന്ന് പറ, വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. ദേവിക ശരിക്കും ആരാന്നറിയോ? എന്തോന്ന്? എടാ, അവള് നിന്റെ പെങ്ങളാ. എന്താണ് നീ പറഞ്ഞത്? സത്യം. അങ്കിളിന് രഹസ്യ ബന്ധത്തിലുണ്ടായ കുട്ടിയാ ദേവിക. ഇതാരാ നിന്നോട് പറഞ്ഞേ? പറഞ്ഞതാരെങ്കിലും ഒക്കെ ആവട്ടെ. തെളിവ് സഹിതം സംഭവം കണ്ടെത്തിയിട്ടുണ്ട്. എടാ, നീ എന്ത് പന്നത്രായി പറയുന്നേ? എടാ, അങ്കിളിന് ബോധം തെളിഞ്ഞപ്പോ ആദ്യം വിളിച്ച ആരെയാ? ദേവികയല്ലേ? അതെ. മോളാണെന്നല്ലേ അങ്കിള് പറഞ്ഞത്? ആ ആ ഇപ്പോഴും അങ്കിളിന് ദേവിക കൂടെ വേണമെന്നല്ലേ? അതേന്ന്. അപ്പൊ പിന്നെ ദേവിക അങ്കിളുടെ രഹസ്യ ബന്ധത്തിലുള്ള മോളല്ലേ?
അല്ലേ? ഇത്രയൊക്കെ ശരിയാണെങ്കിൽ ഇതും ശരിയാകേണ്ടതാ. ശ്ശേ, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ? അമ്മയാ. അമ്മ പഴയ ക്രൈംബ്രാഞ്ച് SP ആയിരുന്നടാ. എന്ത്? എടാ, കഴിഞ്ഞ ജന്മത്തിൽ അമ്മ പോലീസിലായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചതാ. ശ്ശേ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എടാ, അമ്മയുടെ വിശ്വാസം അങ്ങനെയാ. തൽക്കാലം നമുക്ക് ഇത് വെച്ചൊരു കളി കളിക്കാം. ദേവികയോട് നീ ഈ കാര്യം പറയണം. എന്നിട്ടെന്താ? അമ്മയോടും മീനാക്ഷി അമ്മയോടും ആ ലെവലില്, അതായത് അങ്കിളിന്റെ മോളാണെന്നുള്ള രീതിയിൽ അങ്ങ് നിന്നാ മതിയെന്ന് പറയണം. കുറച്ച് ആശ്വാസം കിട്ടും. എന്തായാലും രണ്ടുപേർക്കും നല്ല പേടിയുണ്ടാവും. എന്തു പറയുന്നു? അത് കൊള്ളാം. വർക്കൗട്ട് ആയ പിന്നെ അമ്മയുടെ ഉപദ്രവം മാത്രം സഹിച്ചാ മതി. എന്താണ് ഇവിടെ ഒരു സഭ കൂടല്? മോനെ, എന്തായാലും മോൻ ചെയ്ത് ഒട്ടും ശരിയായില്ല. അലി, ഞാൻ പ്രഭകുഞ്ഞിനോട് ആരും അങ്ങനെയൊന്നും പറയാറില്ല. അതിന്റെ ഒരു കുഴപ്പം മുമ്പിലധികം ഉണ്ട്. എന്താടാ? ഒന്നുമില്ല. അല്ല, ഞാൻ പറയുമായിരുന്നമ്മേ, എന്ത് കുരുത്തക്കടവൻ കാണിച്ചത്. പ്രഭേന്റിയുടെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കാതെയല്ലേ ഇവന് ഈ ധിക്കാരം കാണിച്ചത്. ഞാനിതൊന്നും അറിഞ്ഞതേ ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീ മലമറച്ചേനെ. മതിയടാ, നിന്നെ ഞാൻ പറ്റതല്ലേ. ഒരുപാട് കിടന്ന് അങ്ങോട്ട് തുള്ളണ്ട. അല്ല, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ആ, ഉണ്ട്. അതുപോലത്തെ പണികളാണല്ലോ കുറച്ചു നാളായിട്ട് നീ ഇവിടെ ഒപ്പിച്ചോണ്ടിരിക്കണത്. കേട്ടോ മോനെ, മോൻ വിളിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയേനെ. പ്രഭകുഞ്ഞിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അവിടെ നിർത്താന്ന് വിചാരിച്ചത് മോശമായി പോയി. ചന്ദ്രത്തെ സമാധാനം പോയില്ലേ? ഈ ദേവികയെ ചന്ദ്രത്തുനിന്ന് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റൊന്നുമില്ല. എന്തായാലും സത്യങ്ങളൊക്കെ എല്ലാരും അറിയണ്ടേ? അത് പിന്നെ അറിഞ്ഞ അവിടെ ഒരു സ്ഥാനമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റും. സാർ എഴുന്നേറ്റ് വരുമ്പോ പറഞ്ഞാലും നീ വിചാരിക്കുന്ന പോലെ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലടാ. പ്രഭകുഞ്ഞ് അവിടെ ഉള്ളിടത്തോളം കാലേ പടുമുളകളെല്ലാം ചുറ്റുവേലിക്ക് പുറത്തേ വളരൂ. അതുറപ്പാ. നിങ്ങളുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവുമെന്ന് തോന്നില്ല കേട്ടോ. ഏയ്, ഇതിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. രണ്ടുപേരും പേടിക്കും. അതിന് പണിയുണ്ട്. ദേവിക്ക് കൂടി ഇതൊന്ന് ക്ലിയറായി കിട്ടിയ സംഭവം കലക്കും. അപ്പൊ ഓക്കേടാ, ബൈ. അടുത്ത പണി ഒപ്പിച്ചു കൊടുത്തല്ലേ? അപ്പൊ അമ്മ പറയുന്നത് നേരാ. എന്ത്? മോനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. എന്താണ് ഇവിടെ? ഇവനെന്ത് ചെയ്ത് നോക്കണം? ഇവന്റെ വല്ലതും കാണാതെ പോയോ? പൊടിയാ ഇവിടെയൊക്കെ. എന്താടാ? ഒന്നുമില്ല, അതൊരു പട്ടി ഓടിപ്പോയതാ. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാം അവനൊക്കെ. അതിനുള്ള പ്രായമല്ലേ? അയ്യടാ, തുള്ളിച്ചാടാൻ പറ്റിയൊരു പ്രായം. അല്ലമ്മ, കാള പോലെ വളർന്നു നടക്കണം. നടപ്പുണ്ടില്ല. എന്നിട്ട് അമ്മേ, ആ ജന്തു ആഹാരം കഴിച്ചു കഴിഞ്ഞു. അമ്മ വന്ന് ഇച്ചിരി കഞ്ഞി കുടിക്ക. എനിക്കൊന്നും വേണ്ട, നീ പോയി കഴിച്ചിട്ട് വാ. ചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ടാണോ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നേ? അതല്ലാതെ സന്തോഷിക്കാൻ എന്തെല്ലാം കാരണങ്ങളാ നമുക്ക്, അല്ലേ? ദേവി ചന്ദ്രത്തേക്ക് ചെന്ന് കേറിയല്ലോ. ഇനിയെല്ലാം അവളെ നോക്കിക്കോളൂ. അവളെങ്കിലും ഒന്ന് സമാധാനായിട്ട് എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. എല്ലാം ശരിയാവും അമ്മേ. ഇപ്പൊ ഈ അനുഭവിക്കുന്നത് എല്ലാ കാലവും ഉണ്ടാവില്ല. ഈ കല്യാണം നടക്കാൻ ചേച്ചി ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പാ. നീ ആ ലൈറ്റ് ഓഫ് ആക്കിക്കേ, അല്ലേ അവളിങ്ങോട്ട് കേറി വന്ന് ചീത്ത വിളിക്കും.
അങ്ങനെ അനുസരണയോടെ നിക്കടി, അല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഇതെവിടേക്കാ? ചന്ദ്രത്തേക്ക് തന്നെയല്ലേ? അല്ലടാ, ഞാനങ്ങ് കാശിക്ക് പോവാ. എന്നാ പോരുന്നുണ്ടോ? ഓ, സൂക്ഷിച്ചില്ലെങ്കിലേ വേഗം തന്നെ കാശിയിലും രാമേശ്വരത്തൊക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതെന്തിനാ? എനിക്കെപ്പോഴും നല്ല ആരോഗ്യണ്ടാ. ഷെഡിൽ കയറി കിടക്കാറൊന്നും ആയിട്ടില്ല. ആ, അതെനിക്കറിയാം. പക്ഷേ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തെ പണിക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയ അമ്മ വേറെ ഏതെങ്കിലും വീട്ടിലെ പണിക്ക് പോവോ? എന്റെ പട്ടി പോവും. ആ, അതാണ്. ചന്ദ്രത്ത് ജോലി എന്ന് പറഞ്ഞാലേ എനിക്ക് എന്റെ സ്വന്തം വീട്ടിലെ പണി പോലെയാ. ആരാന്റെ അടുക്കള പോവാനേ ഭാർഗവിയെ കിട്ടൂല. അതാ പറഞ്ഞത്, ഇനി അങ്ങോട്ട് നോക്കിയും കണ്ടുമൊക്കെ വേണോന്ന്. നീ കുറെ നേരം കിടന്ന് വളയണു. കാര്യം എന്താ വെച്ചാ പറയടാ. അല്ല, അവളവിടെ ഉണ്ടല്ലോ, ദേവിക. അതിന് ആ, ഇതിനു മുമ്പ് ഇവിടെയും ചന്ദ്രോത്ത അടുക്കളയിലൊക്കെ ഇഷ്ടം പോലെ ഇട്ട് തട്ടിക്കളിച്ച ആളാ ഇപ്പൊ അവിടെ ഉള്ളത്. ഇപ്പൊ അവൾക്ക് എന്താ പുതിയ കൊമ്പ് പോലും മുളച്ചോ? ആ, കൊമ്പൊക്കെ കുറച്ച് പഴയതാ. പക്ഷേ കണ്ടുപിടിച്ചത് ഇപ്പോഴാണല്ലോ. ദേവിക ആരാണെന്നും എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അമ്മയ്ക്ക് അറിയാലോ. അതിനിപ്പോ ഞാനെന്ത് വേണം? പറഞ്ഞു വരുമ്പോ ഈ രജനി ചേച്ചിയുടെ നന്ദന്റെ ഒപ്പ ദേവികയുടെ സ്ഥാനം. ഈ എടി പൊടി എന്നൊന്നും കയറി വിളിച്ചു കളയരുത്. ഇനിയെങ്കിലും കുറച്ച് ബഹുമാനമൊക്കെ കാണിച്ച വലിയ തട്ടൊന്നും കൂടാതെ കഴിഞ്ഞുകൂടാ. അതിന് അവളെ ആരും സാറിന്റെ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. എല്ലാരും അങ്ങനെ ചെയ്യട്ടെ, അപ്പൊ ഞാനും നോക്കാം. അതുവരെ ഞാൻ അവളെ വക വെക്കില്ല. എന്നോട് കളിക്കാൻ വന്നാലേ ഞാൻ അവളെ കളി പഠിപ്പിച്ചേ വിടൂ. അമ്മമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ, മനുഷ്യനല്ലേ, പഴയതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അമ്മ അവളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? പകയുള്ള പെൺസിംഹത്തിന്റെ തിളക്കമാ. പക ഓർത്ത് വെച്ച് തീർക്കുന്ന ജാതിയാ. എല്ലാത്തിനും അവൾ എണ്ണി എണ്ണി പകരം ചോദിക്കും. പോടാ, നീ എന്നെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ഈ സംസാരം നീ പ്രഭക്കുഞ്ഞിനോട് പറയോ? അതിനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? എനിക്ക് എന്റെ അമ്മയുടെ കാര്യം നോക്കിയാ പോരെ? ഇതേ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്കിയാ മതി. പകരം വിട്ടാ വന്നിരിക്കണു, എന്നെയാ പേടിപ്പിക്കണത്. ആന്റിക്ക് തറ പറ്റിയത് ഭയങ്കര ചൂടിലാണല്ലോ. എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത പോലും ഇല്ല. ഞാനേ ചെറിയൊരു തിരിയിട്ട് കൊടുത്തു, അത് പുകയുന്നതാ. എന്താ? ദേവിക സിദ്ധു അങ്കിളിന്റെ രഹസ്യബന്ധത്തിലെ മോളാണെന്ന് കണ്ടുപിടിച്ചത് അമ്മയല്ലേ? ഞാനതങ്ങ് തിരിച്ചിട്ട് കൊടുത്തു. അയ്യോ, അത് വേണ്ടായിരുന്നു. കളി കാര്യാവോ? ഹേയ് എടാ, ദേവികയോടുള്ള പെരുമാറ്റം ഇനി നീ നോക്കിക്കോ. പഴയതുപോലെ മെക്കിട്ട് കയറാനും ചീത്ത വിളിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ ശരിക്ക് വരട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലേ പ്രഭയാന്റിയുടെ കൂടെ കൂടി അവൾ അവിടെ ഇട്ട് പഴയതിനേക്കാളും പൊരിക്കും. എടാ, ഉള്ളിലൊരു പേടിയുള്ളത് നല്ലതാ. ആ, കണ്ടറിയാം. നിനക്ക് ചായ എടുക്കട്ടെ? ഗൗരി, ഒരു ചായ എടുത്തേ, നന്ദൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. ആ എടാ, ബലരാമനങ്ങൾ വന്നിട്ടുണ്ടോ? ഇവിടെ ക്ലബിന്റെ വാർഷികത്തിന്റെ ഉദ്ഘാടനം പുള്ളിയാണല്ലോ. ആ, വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോയല്ലേ ഉള്ളൂ, മതിയാക്കിട്ട് തിരിച്ചു വന്നോ? ഏയ്, ആന്റിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഇപ്പൊ അതിന് വന്നതാ. അപ്പോ മീര പറഞ്ഞതുപോലെ ചന്ദ്രത്തേക്ക് വരുമല്ലേ? താലി കെട്ടിയതും കെട്ടാൻ പറഞ്ഞത് വെച്ചതും കൂടി ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ ഇപ്പൊ അരവട്ടായതുപോലെ നടക്കുന്നേ. മുഴുവട്ടായിട്ട് ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ.
സിദ്ധുവിന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള മെഡിസിൻ കൊടുത്തോ? കൊടുത്തു. ബലരാമനും ചന്ദ്രയും കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് മീരമോളിനി ഇവിടെയാകും അവർ വരും വരെ താമസിക്കുന്നത്. മീരയ്ക്ക് ഒരു റൂം സെറ്റ് ചെയ്ത് വെക്കണം. അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാ. ഞാൻ പറഞ്ഞത് ദേവിക കേട്ടില്ല? കേട്ടോ സിദ്ധു? ബലരാമനും ചന്ദ്രയും ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നന്ദന്റെയും മീരയുടെയും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാ പറഞ്ഞത്. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് വലിയൊരു സംഭവമാക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിലെ തോന്നല്. ഇനിയിപ്പോ അതൊന്നും പറ്റില്ല. ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് മതി. അതല്ലേ നല്ലത്?